ശ്രീ ഗുരുഭ്യോ നമ. ഇന്ന് ശ്രീദേവി മഹാത്മ്യത്തിലെ 9ഉം 10ഉം ശ്ലോകങ്ങളും അർത്ഥവും ചൊല്ലാം. സ തത്രാശ്രമമദ്രാക്ഷീത് ദ്വിജവര്യസ്യ മേധസാ പ്രശാന്തശ്വാപതാകീർണം മുനിശിഷ്യോപശോഭിതം. സഹ തത്ര അവൻ അവിടെ, ദ്വിജവര്യസ്യ മേധസ ബ്രാഹ്മണശ്രേഷ്ഠനായ സുമേധസിൻ്റെ പ്രശാന്താശ്വാപതാകീർണം ശാന്തജന്തുക്കളാൽ വ്യാപ്തവും മുനിശിഷ്യോപശോഭിതം മുനിശിഷ്യന്മാരെ കൊണ്ട് ശോഭിക്കുന്നതുമായ ആശ്രമം അദ്രാക്ഷീൽ ആശ്രമത്തെ അഥവാ പർണശാലയെ കണ്ടു. യവനഭൂപന്മാരാൽ പരാജിതനായ പൂജ്യനായ സുരത മഹാരാജൻ കാട്ടിലെത്തിയപ്പോൾ സുമേധസ് എന്ന മുനിയുടെ തപോബലം കൊണ്ട് ഹിംസയെ ഉപേക്ഷിച്ചിരിക്കുന്ന വ്യാഘ്രാദി ജന്തുക്കളാലും വേദാധ്യായനം ചെയ്യുന്ന ശിഷ്യന്മാരെ കൊണ്ട് ശോഭിക്കുന്നതുമായ ആശ്രമത്തെ കണ്ടു. ശ്ലോകം 10. തതസ്തൗ കഞ്ചിത് സകാലം ച മുനിനാ തേന സത്കൃതാ ഇതശ്ചേതശ്ച വിചരം തസ്മിൻ മുനിവരാശ്രമേ. തേന മുനിനാ സത്കൃത ആ മുനിയാൽ പൂജിതനായ, സ ച ആ രാജാവ്, ഇതശ്ചേതശ്ച വിചരൻ അവിടെയും ഇവിടെയും സഞ്ചരിച്ചുകൊണ്ടും, കഞ്ചിൽ കാലം കുറച്ചു കാലം, തസ്മിൻ മുനിവരാശ്രമേ ആ മുനിശ്രേഷ്ഠന്റെ പർണശാലയിൽ, തസ്തൗ വസിച്ചു. സുമേധസ് എന്ന മുനിയാൽ സൽക്കരിക്കപ്പെട്ട ആ മഹാരാജാവ് അങ്ങുമിങ്ങും സഞ്ചരിച്ചുകൊണ്ട് കുറച്ചു കാലം ആ മുനിശ്രേഷ്ഠന്റെ ആശ്രമത്തിൽ വസിച്ചു. ഓ